നമസ്കാരം, രാജേഷ് നാദാപുരമാണ്. കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ കേരള യാത്ര സമാപിച്ചു. കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. തിരുവനന്തപുരം വരെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും രാഷ്ട്രീയക്കാരും എല്ലാം തള്ളിക്കയറുന്ന, ഒരുപാട് പ്രശംസ കൊണ്ട് മൂടുന്ന, ഞങ്ങൾക്കൊരു അവസരം തരൂ എന്ന് നിലവിളിക്കുന്ന MLA-മാരെയും ജനപ്രതിനിധികളെയും ഇടത് വലത് മുന്നണികളെയെല്ലാം നമ്മൾ കണ്ടു. എന്നാൽ 80% ഹിന്ദുക്കൾ ഇന്നും ജീവിക്കുന്ന ഭാരതത്തിൽ, നമ്മുടെ കേരളത്തിൽ തിരുനാവായയിൽ ഒരു കുംഭമേള നടക്കുകയാണ്. മഹാമാഘ മഹോത്സവം. സംപൂജ്യ സ്വാമിജിയുടെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് അനുയായികളുള്ള ഒരു വലിയ സന്യാസ സമാജത്തിൻ്റെ അധിപനാണ് സ്വാമിജി. മഹാമാഘ മഹോത്സവത്തിന് നമ്മളിവിടുത്തെ ഇടത് വലത് മുന്നണികളുടെ പിന്തുണ, സ്റ്റേജിൽ തള്ളിക്കയറി വരുന്ന MLA-മാരെ ഒന്നും നമ്മൾ കണ്ടില്ല. ഇത് ഹിന്ദുക്കൾക്ക് കിട്ടുന്ന വലിയൊരു പാഠമാണ്. കുംഭമേള നടക്കുന്ന സമയത്ത് അതിനെ മൈൻഡ് ചെയ്യാതെ കേരള യാത്രയുടെ വേദിയിലേക്ക് തള്ളിക്കയറുന്ന നേതാക്കന്മാരിൽ നിന്ന് ഹിന്ദുക്കൾ പഠിക്കേണ്ട പാഠം അവരുടെ സംഘടിത ശക്തിയും നമ്മുടെ സംഘടന ഇല്ലായ്മയുമാണ് കേരളത്തിൽ. ഇത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ബാധകമല്ല. ഉത്തരഭാരതത്തിൽ കുംഭമേള പ്രയാഗ്രാജിൽ നടന്നപ്പോൾ അതിൽ പങ്കെടുക്കുവാൻ എല്ലാവരും തള്ളിക്കയറി വന്നു. കാരണം ഹൈന്ദവ സമൂഹം അവിടെ സംഘടിതരാണ്. രാഷ്ട്രീയം വ്യത്യസ്തമായിരിക്കാം, സാമുദായിക ചിന്തകൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷെ ഒരു ഹിന്ദു എന്ന രീതിയിൽ നമ്മുടെ രാഷ്ട്രത്തോടുള്ള പ്രേമം, സനാതന ധർമ്മത്തോടുള്ള പ്രേമം ഉത്തരഭാരതത്തിൽ വളരെ കൂടുതലാണ്. അസംഘടിതരായ ഹിന്ദുക്കളെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും ഒക്കെ വീതിച്ചെടുത്തു, ഞങ്ങളുടെ വോട്ട് ബാങ്കാക്കി എടുത്തു. അതുകൊണ്ടാണ് ഇത്രയും മഹത്തായ ഒരു യജ്ഞം 15 ദിവസം തിരുനാവായയിൽ നടക്കുമ്പോൾ അതിനെ എങ്ങനെ മുടക്കാം, എങ്ങനെ അതിൻ്റെ ശോഭ കെടുത്താം, എങ്ങനെ പെർമിഷൻ കൊടുക്കാതിരിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു ഭരണകൂടത്തെ നമ്മൾ കാണുമ്പോൾ, കാന്തപുരം ഉസ്താദിൻ്റെ കയ്യിൽ മുത്തമിടുവാൻ മത്സരിക്കുന്ന രാഷ്ട്രീയക്കാരെയും നമ്മൾ കാണുന്നു. അപ്പം അവിടെയാണ് ഹിന്ദുക്കൾ പഠിക്കേണ്ട വലിയൊരു പാഠമുണ്ട്. അത് നമ്മൾ ഒന്നിച്ചു നിന്നില്ല എങ്കിൽ നമുക്കൊരുപാട് ദോഷങ്ങൾ ഉണ്ടാവുന്നു. മാത്രമല്ല, നമ്മുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും. ഈ മഹായജ്ഞങ്ങളെല്ലാം നമ്മളെ ഒന്നിപ്പിക്കുവാനുള്ളതാണ്. ഇപ്പം ശബരിമല കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJP-യും പുലയനും പറയനും നായരും നമ്പൂതിരിയുമായി ഹിന്ദുക്കളെ ഏകീകരിക്കും. അതുകൊണ്ടാണ് ഇത് തകർക്കുവാനുള്ള പരിശ്രമം കമ്മ്യൂണിസ്റ്റുകൾ വളരെ മുമ്പേ തുടങ്ങി. അവിടെയാണ് ആ തിരിച്ചറിവ്. നമ്മൾ ഏകീകരിക്കുന്ന എല്ലാ ഉത്സവങ്ങളും RSS-ൻ്റെതാണെന്ന് പറഞ്ഞേക്കുക, പിന്നെ എതിർക്കാൻ എളുപ്പമാണ്. അതായത് തിരുനാവായയിലെ ഈ കുംഭമേള അത് RSS-ൻ്റെ പരിപാടിയാണ് എന്ന് പറഞ്ഞേക്കണം. ശബരിമലയിൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് ശബരിമലയ്ക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ കനകദുർഗയും ബിന്ദുവിനെയും രഹന ഫാത്തിമയും കൊണ്ട് ചെന്നപ്പോൾ തടുക്കുവാൻ RSS-കാരുണ്ടായിരുന്നു മുന്നിൽ. അപ്പൊ ഇത് RSS-ൻ്റെ പരിപാടിയാണ്. ശബരിമലയെ സംരക്ഷിക്കുക എന്ന് പറയുന്ന RSS-ൻ്റെ പരിപാടിയാണ്. തിരുനാവായയിലെ കുംഭമേള RSS-ൻ്റെ പരിപാടിയാണ്. രാമായണം, മഹാഭാരതം ഇതെല്ലാം RSS ആണ് എന്ന് പറഞ്ഞാൽ എതിർക്കാൻ എളുപ്പമാണ്. RSS എന്ന പ്രസ്ഥാനം 100 കൊല്ലം മുമ്പുണ്ടായതാണ്. പക്ഷേ ഈ മഹാകുംഭമേളയും ഇത്തരം സങ്കല്പങ്ങൾ 10,000-കണക്കിന് വർഷങ്ങളായിട്ടുണ്ട്. പുണ്യനദിയിൽ സ്നാനം ചെയ്യുന്നു ഓരോ ഹിന്ദുവും. അവിടുകൊണ്ടാണ് നമുക്ക് ഗംഗ എന്ന് പറയുന്നത് കേവലം ഒരു ജലാശയമല്ല, മറിച്ച് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത്. അതുകൊണ്ടാണ് രാവിലെ വിഗ്രഹത്തെ കുളിപ്പിക്കുമ്പോൾ, ഗുരുവായൂരപ്പനെ കുളിപ്പിക്കുമ്പോൾ ഒരു മന്ത്രമുണ്ട്. ഗംഗൈ ച യമുനൈ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു. 7 നദികളിലെ ജലത്തെ ആ ശാന്തിക്കാരൻ തൻ്റെ കയ്യിലുള്ള ആ പാത്രത്തിലേക്ക്, കമണ്ഡലുവിലേക്ക് ആവാഹിച്ച്, ഇതുകൊണ്ടാണ് ഞാൻ ഗുരുവായൂരപ്പനെ കുളിപ്പിക്കുന്നത്. ഈ സങ്കല്പത്തിലാണ് ഓരോ ദൈവങ്ങളെയും നാം പ്രഭാതത്തിൽ പരിചരിക്കുന്നത്. അവിടെയാണ് രാഷ്ട്രത്തിൻ്റെ പേര് നദിക്ക് കൊടുത്ത നാടാണ് കേരളം. ഭാരതപ്പുഴ. ഭാരതത്തിൽ എവിടെയും അങ്ങനെ ഒരു പുഴയില്ല. രാഷ്ട്രത്തിൻ്റെ പേര് നദിക്ക് കൊടുത്തതാണ് നമ്മൾ. നിള, ഭാരതപ്പുഴ. അപ്പൊ ഈ ഭാരതപ്പുഴയിൽ അതിൻ്റെ തീരത്ത് നവാമുകുന്ദ ക്ഷേത്രത്തിനു സമീപത്തായിട്ട് നിള ആരതി നടക്കുന്നു. നദിയെ പൂജിക്കുക, സംരക്ഷിക്കുക. അതായത് നമുക്ക് അത്യാവശ്യമാണ് ജീവിതത്തിൽ വെള്ളം. നമുക്ക് ഭൂമിയിലാണ് നാം ജനിച്ചത്, ജീവിക്കുന്നത്, മരിക്കുന്നത്. അമ്മയുടെ മുലപ്പാലിനൊപ്പം നാം കുടിച്ചു വളർന്നത് പശുവിൻ്റെ പാലാണ്. അതുകൊണ്ട് സംരക്ഷിക്കപ്പെടേണ്ട സകലതിനെയും അമ്മയായി കണ്ടവരാണ് നമ്മൾ ഹിന്ദുക്കൾ. അതുകൊണ്ട് നമുക്ക് നിള ദേവിയാണ്, ഗംഗ അമ്മയാണ്, യമുന അമ്മയാണ്, കടല് അമ്മയാണ്. അത് കേവലം ഒരു ജലാശയമായിട്ടല്ല നമ്മൾ കാണുന്നത്. ഇത് എൻ്റെ അമ്മയാണെന്ന ഭാവത്തിൽ കാണുമ്പോഴാണ് നിളയുടെ ആരതി കാണുവാൻ ലക്ഷങ്ങൾ ഒഴുകിയെത്തുന്നത്. എല്ലാ ദിവസവും ഗംഗാരതി ഉണ്ടാവും, 365 ദിവസവും ഉണ്ടാവും. ഈ ഗംഗാരതി കാണുവാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. അപ്പൊ അവിടെയാണ്
ഭാരതത്തിന്റെ പവിത്രമായ ഇത്തരം സങ്കല്പങ്ങളാണ് ഈ രാഷ്ട്രത്തെ നിലനിർത്തുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ സങ്കല്പത്തെ മുറുകെ പിടിക്കുന്ന ഒരു ജനതയുടെ ഒരു വലിയ ആചാരമാണ് തിരുനാവായിൽ നടക്കുന്നത്. അപ്പൊ അത് കാണുവാനും അതിൻ്റെ ഭാഗവാക്കാകുവാനും ആ പുണ്യം നുകരുവാനും ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളം ഭരിക്കുന്ന ഇടത് വലത് മുന്നണികൾക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ലാത്തത് നമ്മളൊരു വോട്ട് ബാങ്ക് അല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മളൊരു വോട്ട് ബാങ്കാണ് തെളിയിക്കണം. മിനിമം നമ്മൾ ആഗ്രഹിക്കണം, ശബരിമല അയ്യപ്പന്റെ മുന്നിലെത്തുമ്പോൾ നെഞ്ചിനോട് കൈകൾ ചേർത്ത് വെച്ച്, ഹൃദയത്തോട് കൈകൾ ചേർത്ത് വെച്ച് അയ്യപ്പനെ നമസ്കരിക്കുന്ന ഒരാളായിരിക്കണം ദേവസ്വം ബോർഡ് മന്ത്രി. എനിക്ക് വല്ലാത്ത സങ്കടം തോന്നിയ ഒരു കാഴ്ചയായിരുന്നു അത്. രാഷ്ട്രപതിയും നമ്മുടെ പ്രഥമ പൗരയും വാസവൻ എന്ന ദേവസ്വം മന്ത്രിയും ശബരിമലയിൽ കഴിഞ്ഞ മാസം എത്തിയപ്പോൾ രാഷ്ട്രപതി ഇരുമുടിക്കെട്ടുമായി 18 പടികൾ കയറി അയ്യപ്പന്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ച് നിൽക്കുന്നു. പക്ഷെ മസിൽ പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി. മിനിമം ഹിന്ദുക്കളുടെ സംഘടനാ ശേഷി കൊണ്ട് നമുക്ക് അയ്യപ്പനെ കാണുമ്പോൾ ഒന്ന് ഹൃദയത്തോട് കൈകൾ ചേർത്ത് വെക്കുന്ന ഒരു ദേവസ്വം വകുപ്പ് മന്ത്രിമാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം ഗുരുവായൂരിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ വട്ടത്തിൽ കാണുന്ന ആളുടെ പേരാണോ ഗുരുവായൂരപ്പൻ എന്ന്. ഗുരുവായൂരപ്പനെ കാണുമ്പോൾ ഒന്ന് കൈകൾ തൊഴുതു പിടിക്കുന്ന ഒരാൾ നമുക്ക് മുഖ്യമന്ത്രി ആവണം. ഇത് ഹിന്ദുക്കളുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ രാഷ്ട്രീയം ഏതു ആയിക്കൊള്ളട്ടെ, സമുദായം ഏതോ ആയിക്കൊള്ളട്ടെ, ഭഗവാന്റെ സ്വർണം ചെമ്പായി മാറാതിരിക്കണമെങ്കിൽ ആനന്ദവനം സ്വാമിജിയുടെ പാദങ്ങളിൽ തൊടണമെന്ന് രാഷ്ട്രീയക്കാരോട് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഒന്ന് അവിടെ വന്ന് സന്ദർശിച്ച് ഇതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന ഒരു MLA നമ്മൾ ആഗ്രഹിക്കുന്നു. ഈ മലപ്പുറം ജില്ലയിൽ, കോഴിക്കോട് ജില്ലയിൽ അടുത്താണല്ലോ, ഒരുപാട് MLA മാരുണ്ട്. അവർക്കാർക്കും ഒന്ന് ഈ മഹായജ്ഞവേദിയിൽ വരാൻ തോന്നിയിട്ടില്ല എങ്കിൽ ഹിന്ദുക്കൾ MLA മാറ്റുകയാണ് വേണ്ടത്. അങ്ങനെ നമുക്ക് ചിന്തിക്കുവാൻ കഴിയണം. നന്ദി, നമസ്കാരം.